ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ 13-ാം അധ്യായത്തിൽ അബ്രഹാം തലപൊക്കി നോക്കി ദൈവത്തിൻ്റെ വാഗ്ദത്തം ലഭിച്ചു എന്ന്. 18-ാം അധ്യായത്തിൽ അബ്രഹാം തലപൊക്കി നോക്കി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ സാധിച്ചു എന്ന്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് അബ്രഹാം തലപൊക്കി നോക്കി ദൈവത്തിൻ്റെ കരുതൽ കണ്ടു എന്ന്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 13-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. ദൈവം കാണുന്നു, ദൈവം കരുതുന്നു. യഹോവ ഇരേ, ദൈവം കരുതുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ പ്രൊവിഷൻ കാണാൻ തലപൊക്കി നോക്കി. അബ്രഹാം തലപൊക്കി നോക്കി ദൈവം കരുതുന്നു എന്ന് കണ്ടു. ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ അറിയുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എനിക്ക് വേണ്ടി കരുതുന്നു. അബ്രഹാം തലപൊക്കി നോക്കി പിൻപുറത്ത് ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു. അബ്രഹാം അതിന് യാഗം കഴിച്ചു. യഹോവ ഇരേ എന്ന് ആ സ്ഥലത്തിൻ്റെ പേരിട്ടു. ദൈവത്തിൻ്റെ പ്രൊവിഷൻ കാണാൻ അബ്രഹാം തലപൊക്കി നോക്കി. ദൈവത്തിൻ്റെ പ്രോമിസ് കാണാൻ അബ്രഹാം ആദ്യം തലപൊക്കി നോക്കിയതാണ് 13-ാം അധ്യായത്തിൽ. ദൈവസന്നിധിയിലുള്ളതായ ഡെഡിക്കേഷന് വേണ്ടി അബ്രഹാം തലപൊക്കി നോക്കിയതാണ് 18-ാം അധ്യായത്തിൽ. ദൈവത്തിൻ്റെ പ്രൊവിഷൻ കാണാൻ അബ്രഹാം ഈ 22-ാം അധ്യായത്തിൽ തലപൊക്കി നോക്കിയത് നാം വായിക്കുന്നു. എന്താണ് ആ സംഭവത്തിൻ്റെ പശ്ചാത്തലം? 22-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയും: അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. 21-ാം അധ്യായം അവസാനിക്കുമ്പോൾ അബ്രഹാം ദൈവത്തിന് ആരാധന കഴിച്ചു എന്നാണ് നാം കണ്ടത്. 21-ാം അധ്യായത്തിൽ അവസാന വാക്യങ്ങൾ: അബ്രഹാം ബേർശേബയിൽ ഒരു പിച്ചുല വൃക്ഷം നട്ടു, നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. ആരാധന യാഗമാണ് ആരാധന. യാഗം കഴിച്ചു, ആരാധന കഴിച്ചു. എന്നാൽ ആരാധനയുടെ യഥാർത്ഥമായ അനുഭവത്തിലേക്ക് ദൈവം അബ്രഹാമിനെ നടത്തുകയാണ്. ആരാധനയുടെ ആഴങ്ങളിലേക്ക് ദൈവം അബ്രഹാമിനെ നടത്തുകയാണ്. ആരാധനയുടെ അനുഗ്രഹ സമൃദ്ധിയിലേക്ക് ദൈവം അബ്രഹാമിനെ നയിക്കുകയാണ്. എങ്ങനെയാണത്? ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. എങ്ങനെയാണ് പരീക്ഷിച്ചത്? അബ്രഹാമേ എന്ന് വിളിച്ചു, പേർ ചൊല്ലി വിളിച്ചു. അബ്രഹാമിന് ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയാം. കാരണം ധാരാളം കേട്ടിട്ടുണ്ട് ഈ ശബ്ദം. ദൈവശബ്ദം കേട്ട് നല്ല പരിചയമുണ്ട്. അതൊരു പ്രത്യേക അനുഭവമാണ്. ദൈവശബ്ദം കേട്ടുള്ള പരിചയം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നുള്ള പരിചയം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് പലതും നേടിയെടുക്കുന്ന അനുഭവ പരിചയം. അതൊരു വലിയ ഭാഗ്യമാണ്, വലിയ നേട്ടമാണ്, വലിയ പദവിയാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക, ദൈവത്തിൻ്റെ ആലോചന കേൾക്കുക, ദൈവത്തിൻ്റെ അറിയിപ്പുകൾ കേൾക്കുക. അബ്രഹാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. അബ്രഹാമേ എന്ന് വിളിച്ചു, പേർ ചൊല്ലി വിളിക്കുകയാണ്. വാത്സല്യപൂർണ്ണമായ വിളിയാണ്. അബ്രഹാം ആ ശബ്ദം കേട്ട് അബ്രഹാം കാതോർത്തു. ഞാനിവിടെ ഉണ്ടല്ലോ കർത്താവേ, ഞാനിവിടെയുണ്ട്, അടിയൻ ഇതാ എന്ന് പറഞ്ഞു. ഉടനെ ദൈവം പറഞ്ഞു, നീ നിൻ്റെ മകനെ, ഒന്നുകൂടി എടുത്തു പറയുകയാണ്, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്നരുളി ചെയ്തു. ഞാൻ നിനക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞ് ദൈവം പുറപ്പെടുവിച്ച അബ്രഹാം, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ
നിൻ്റെ മകനെ ഹോമയാഗം കഴിക്കുക എന്ന് പറയുകയാണ്. ആട്ടിൻകുട്ടിയെ ഹോമയാഗം കഴിച്ചുള്ള പരിചയം അബ്രഹാമിനുണ്ട്. കോലാട്ടിൻകുട്ടിയെ ഹോമയാഗം കഴിച്ചുള്ള പരിചയം അബ്രഹാമിനുണ്ട്. കുറുപ്രാവിനെയും ചെങ്ങാലിയെയും യാഗമർപ്പിച്ച പരിചയം അബ്രഹാമിനുണ്ട്. അബ്രഹാമിന് കാളക്കിടാവിനെ യാഗമർപ്പിച്ച പരിചയമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് കാണാം. എന്നാൽ ഒരു ആടിനെ കൊന്ന് യാഗപീഠത്തിന്മേൽ കിടത്തി, വിറകിന്മീതെ കിടത്തി, ആ ആടിനെ കൊന്നിട്ട് അതിൻ്റെ ചുവടെ തീ കത്തിച്ച് ആ ആടിനെ ദഹിപ്പിക്കുന്നത് പോലെ സ്വന്തം മകനെ ദഹിപ്പിക്കാനാണ് ദൈവം പറയുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമായ ഒരു കാര്യമാണ് ഇവിടെ ദൈവം കൽപ്പിക്കുന്നത്, ജീവനുള്ള ദൈവം അരുളി ചെയ്യുന്നത്. നമ്മുടെ സാധാരണ മനുഷ്യബുദ്ധിക്ക് വിധേയപ്പെടാത്തൊരു കാര്യമാണത്. നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. എന്താണ് ദൈവം പറയുന്നത്? നിൻ്റെ മകനെ, നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിനക്ക് കാണിപ്പാനിരിക്കുന്ന മലയിൽ അവനെ യാഗമർപ്പിക്കുക. ഞാൻ നിന്നോട് നിർദ്ദേശിക്കുന്ന മലയിൽ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവനെ എനിക്ക് യാഗമർപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യാഗമാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ടതിനെ യാഗമായി അർപ്പണം ചെയ്യുന്നതാണ്. വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അനേകർ ധരിച്ചിരിക്കുന്നത് ക്രിസ്തീയ ജീവിതം വളരെ ശുഭകരമാണ്, സുഖകരമാണ്, രസകരമാണ്, അത് വളരെ ഇമ്പമുള്ളതാണ്. പ്രാർത്ഥിച്ചാൽ രോഗം മാറിക്കിട്ടും, പ്രാർത്ഥിച്ചാൽ വീട് വെച്ച് കിട്ടും, പ്രാർത്ഥിച്ചാൽ നല്ല നല്ല കല്യാണങ്ങൾ കിട്ടും, പ്രാർത്ഥിച്ചാൽ ഇഷ്ടം പോലുള്ളതായ സൗകര്യങ്ങൾ കിട്ടും, നല്ല ജോലി കിട്ടും, നല്ല വിദ്യാഭ്യാസം കിട്ടും, പ്രാർത്ഥിച്ചാൽ ദൈവം നല്ല പരീക്ഷ പാസ്സാക്കി തരും, പറയുന്നത് പോലെ തന്നെയുള്ളതായ കാര്യങ്ങളെല്ലാം ദൈവം സാധിപ്പിച്ചു തരും. ദൈവം നല്ലവനാണ്. ഞാൻ പ്രാർത്ഥിച്ചതൊക്കെയും കർത്താവ് എനിക്ക് തരുന്നു. കർത്താവ് എൻ്റെ ഈ ഭൗതികമായ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു തരുന്നു. ശരിയാണത്. ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നു. നമ്മുടെ അധരങ്ങളുടെ യാചന നിഷേധിക്കാത്തവനാണ് ദൈവം. അധരങ്ങളുടെ യാചന നിഷേധിക്കാത്തവനാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ അത്ഭുതങ്ങളെ കൊണ്ടും അടയാളങ്ങളെ കൊണ്ടും നിർത്തുകയല്ല ആത്മീയ ജീവിതം. ഈ ലോക ജീവിതത്തിലെ താൽക്കാലികമായ സുഖങ്ങളെ കൊണ്ടും സമൃദ്ധികളെ കൊണ്ടും സന്തോഷ ഐശ്വര്യങ്ങളെ കൊണ്ടും നിർത്തിപ്പോകുന്നതാണല്ല ആത്മീയ ജീവിതം. യഥാർത്ഥമായ ആത്മീയ ജീവിതം, ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് അത് എന്നേക്കുമുള്ളതായ സമ്പൂർണ്ണ യാഗത്തിൻ്റെ ജീവിതമാണ്. മുഴുവനായി യാഗം അർപ്പിക്കുന്ന ജീവിതമാണ്. ഞാൻ ഈ വാക്കുകൾ പറയാൻ ഭയപ്പെടുന്നു. കാരണം ഇത് ഗൗരവമേറിയൊരു സമർപ്പണമാണ്. എല്ലാം താഴെ വെച്ച് യാഗമായി അർപ്പിക്കുന്നു. വിദ്യാഭ്യാസം, വരുമാനം, ശമ്പളം, സ്വത്ത്, ഭവനം. പ്രിയപ്പെട്ടവരെ, അതിനപ്പുറത്തേക്ക് കടന്നു വരുമ്പോൾ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവർ, സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ, സകലവും യാഗമായി അർപ്പിക്കുക. ഈ ഒരു നിലവാരത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്തതുപോലെ നാം ഭൗതികത്വത്തോട് അലിഞ്ഞ് ചേർന്നിരിക്കുകയാണ്. ലോക കാര്യങ്ങളോട് നാം അതുപോലെ ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. ഇങ്ങനൊരു നിലവാരം ഉണ്ടോ നമുക്ക് പലർക്കും മനസ്സിലാവുകയില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്യം നമുക്ക് കാണാതെ അറിയാം. ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തേക്കണമെന്നേ എനിക്കുള്ളൂ. ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായ യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി ഒരുക്കിയിരിക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് എന്തായെന്ന് ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഈ ലോകത്തിലെ ജീവിതത്തെയോ പ്രാണനെയോ വിലയേറിയതായി എണ്ണുന്നില്ല. ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഈ ഓട്ടം ഒന്ന് തയ്ക്കണം, കർത്താവ് തന്ന ശുശ്രൂഷയൊന്ന് തയ്ക്കണം. ഇത് മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന് ശുശ്രൂഷയും തയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജർമ്മനിയിൽ ഹിറ്റ്ലർ ഭരിച്ചിരുന്ന ആ കിരാത ഭരണകാലത്ത് അനേകം ദൈവമക്കൾ ഉപദ്രവിക്കപ്പെട്ടു, യാതന അനുഭവിക്കേണ്ടി വന്നു. അനേകരെ കൊന്നൊടുക്കി.
എത്രയോ ആളുകളെയാണ് കൊന്നത്. വളരെ പ്രസിദ്ധനായിരുന്ന, ഭക്തനായിരുന്ന, അനുഗ്രഹീത ശുശ്രൂഷകനായിരുന്ന ഒരു വേദശാസ്ത്രജ്ഞനുണ്ടായിരുന്നു, ഡെട്രിച്ച് ബോൺഹോഫർ. ഈ ബോൺഹോഫർ 39-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ നാസി പടയാളികൾ കൊന്നു. അദ്ദേഹം തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരു ആത്മീയ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അനേകം ആളുകൾ കൂടിയിരിക്കുന്ന ഒരു അനുഗ്രഹീതമായ കോൺഗ്രിഗേഷനിൽ അദ്ദേഹം ശുശ്രൂഷ നിവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നാസി പടയാളികൾ അങ്ങോട്ട് കടന്നു ചെന്നു. ബോൺഹോഫർ ആരാണെന്ന് ചോദിച്ചു. ഞാനാണെന്ന് പറഞ്ഞു. പോരുക, ഞങ്ങളുടെ കൂടെ വരിക എന്ന് പറഞ്ഞു. ഇതിൽ മനസ്സിലായി. അദ്ദേഹം അവിടെ കൂടിയിരുന്ന ആളുകളുടെ നേരെ പറഞ്ഞു, ഇതൊരവസാനമാണ്, പക്ഷേ ഇത് വലിയൊരു അനുഗ്രഹ ജീവിതത്തിൻ്റെ ആരംഭവുമാണ്. ഞാൻ പോവുകയാണ്, ഇതൊരവസാനമാണ്, വലിയൊരു ജീവിത സൗഭാഗ്യത്തിൻ്റെ ആരംഭവുമാണ്. 39-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ക്രൂശിക്കപ്പെടുക, ജീവിക്കുക. ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിൻ്റെ മഹത്വമാർന്ന മൂല്യം. ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ക്രൂശിക്കപ്പെടുക, ജീവിക്കുക. ജീവിക്കുന്നതിന് വേണ്ടി, ക്രൂശിക്കപ്പെടാൻ വേണ്ടി. ആ പുസ്തകത്തിലൊരിടത്ത് അദ്ദേഹം പറയും, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അർത്ഥം സ്വയം ക്രൂശിക്കപ്പെടുക എന്നുള്ളതാണ്. മരിക്കാനായിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്, മരിക്കാനായിട്ട്. ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മരണം വരിക്കാനാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. അദ്ദേഹം ഇത് പറയുമ്പോൾ ആ വാക്കുകൾ ഇന്ന് നാം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നമുക്ക് ആവേശമുണ്ട്, ശരി. പക്ഷേ അതുപോലുള്ളൊരു അനുഭവത്തിൽ കൂടി ഞാൻ പോകുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും? അവിടെയാണ് നമ്മുടെ സമർപ്പണത്തിൻ്റെ വില നാം അറിയുന്നത്, നമ്മുടെ സമർപ്പണത്തിൻ്റെ ആഴം നാം അറിയുന്നത്. ഇല്ലല്ലോ കർത്താവേ, ഞാൻ ഒന്നും ആയില്ലല്ലോ, എൻ്റെ സമർപ്പണം ഏതുമായില്ലല്ലോ. ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥ അല്ല അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത്, അത് വളരെയേറെ വലുതാണെന്നും അത്യനർഘമായ വിലയുള്ളതാണ് ക്രിസ്തീയ ജീവിതമെന്നും അതിനുവേണ്ടി കൊടുക്കേണ്ടി വരുന്നത് സ്വയം ത്യജിക്കുക എന്നുള്ളതാണെന്നും ക്രിസ്തുവിൻ്റെ മഹത്വത്തിനും ക്രിസ്തുവിൻ്റെ നാമത്തിനും വേണ്ടി ക്രൂശിക്കപ്പെടുക, മരിക്കുക, തീർന്നു പോവുക, രക്തസാക്ഷിയായി തീരുക എന്നുള്ളതാണെന്നും മറ്റും പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ എളുപ്പമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഓർക്കുക, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എത്ര കണ്ട് മൂല്യമുണ്ട്. നാം വാസ്തവത്തിൽ അത്ഭുതങ്ങളുടെ പിറകെ പരക്കം പായുന്നവരാണ്. ആത്മീയ ജീവിതത്തിൽ അനേകം ആളുകളും അത്ഭുതങ്ങളും അടയാളങ്ങളും, കുറേയേറെ രോഗസൗഖ്യങ്ങൾ, കുറേയേറെ അത്ഭുതങ്ങൾ, കുറേയേറെ അടയാളങ്ങൾ, അതെല്ലാം കാണുകയും കാണിക്കുകയും ചെയ്ത് മനുഷ്യർ അതിലെല്ലാം സന്തോഷിച്ചും അതിലെല്ലാം സംതൃപ്തി പൂണ്ടും ആത്മീയ ജീവിതമാണ് എന്ന് ധരിക്കുന്നതായൊരു തലമുറയിൽ, പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനുള്ള വലിയൊരു ചലഞ്ചാണ് നമ്മുടെ കർത്താവ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുക. ദൈവത്തിന് സ്തോത്രം. ബോൺഹോഫർ ഒരു വിശ്വാസിയായി ജീവിച്ചു, രക്തസാക്ഷിയായി മരിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ജിം എലിയറ്റ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഉയർന്ന ജീവിത സൗകര്യമുള്ളൊരു വ്യക്തിയായിരുന്നു, നല്ല ജീവിത നിലവാരമുള്ള ഒരാളായിരുന്നു, നല്ല പദവിയും ശ്രേഷ്ഠതയും എല്ലാം ഉള്ളൊരു വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹം തെക്കേ അമേരിക്കയിലെ ഇക്വഡോറിൽ ഔക്ക ജാതിക്കാരെന്ന് പറയുന്ന കിരാതന്മാരുടെ ഇടയിൽ സുവിശേഷ വേല ചെയ്യുവാൻ പോയി. അവിടെ അദ്ദേഹം ചെന്നു. ഞാൻ അത്ഭുതത്തോടെ വായിച്ചു. അദ്ദേഹം അവിടെ ചെന്നു. യേശുക്രിസ്തുവിനെ അവർ കാണിച്ചു കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ മനുഷ്യമാംസം തിന്നുന്ന ഔക്ക ജാതിക്കാരെ, കാട്ടാളന്മാർ, ആ കിരാതന്മാരായ നരഭോജികൾ അദ്ദേഹത്തെ വകവരുത്തി അദ്ദേഹത്തെ കൊന്നു തിന്നു. കേൾക്കൂ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം മരിച്ചു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ തെക്കേ അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. തെക്കേ അമേരിക്കയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ കൊന്നു തിന്ന ആ ജിം എലിയറ്റിൻ്റെ ഭാര്യയാണ് ഞാൻ മരിക്കാനാണ് വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്തു ജീവിക്കുന്നുണ്ട് എന്ന് പറയാനാണ്. ദൈവത്തിന് സ്തോത്രം.
ഔക്കാദിക്കാരുടെ ഭാഷ ആ സ്ത്രീ പഠിച്ചു. ഞാൻ നിങ്ങളോട് പ്രതികാരം ചോദിക്കാനല്ല വന്നത്, ഞാൻ നിങ്ങളോട് അല്പം പോലും പരിഭവം പറയാൻ വന്നതല്ല, നിങ്ങളെ ഇപ്പോൾ സ്നേഹിക്കുന്ന ക്രിസ്തു ഉണ്ട് എന്ന് പറയാനാണ് ഞാൻ വന്നത്. ഈ സ്ത്രീ അവിടെ ആ ഭാഷ പഠിച്ചു, ആ കിരാത ഭാഷ പഠിച്ചു, വേദപുസ്തകം ആ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു, അവരുടെ ഇടയിൽ സഞ്ചരിച്ചു. അനേകം പേര് അവിടെ വിശ്വാസികളായി മാറി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഈ ഭാരതഭൂമിയും ഈ അടുത്ത കാലത്തും ഇതുപോലുള്ള പലതും കണ്ടും കേട്ടും ഇന്ന് നമ്മുടെ കൺമുമ്പിൽ പലതും അറിഞ്ഞും നാം ഇതെല്ലാം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴങ്ങൾ നാം ഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒറീസയിലെ ഗ്രഹാം സ്റ്റെയിൻസും അദ്ദേഹത്തിൻ്റെ മകനും കൊല്ലപ്പെട്ടത്, ചുട്ടുകരിച്ചു കൊന്നത്, അതെല്ലാം നാം പത്രങ്ങളിൽ കൂടെയെല്ലാം മനസ്സിലാക്കിയതാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം അത് വിലയേറിയതാണ്. നമ്മെ തന്നെ യാഗമായി അർപ്പണം ചെയ്യുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഈ ജീവിതം ആർക്ക് സാധിക്കും? ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഈ ആഴങ്ങളിലേക്ക് പോകാൻ ആർക്ക് പറ്റും? ക്രിസ്തുവിൻ്റെ സ്നേഹം കണ്ടെത്തിയവർക്ക് സാധിക്കും. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ത് എന്നറിഞ്ഞാൽ, ആത്മാവിൻ്റെ വില എന്ത് എന്നറിഞ്ഞാൽ, ആത്മാവ് എത്ര വിലപ്പെട്ടത് എന്ന് ഗ്രഹിച്ചാൽ, ദൈവരാജ്യം നിത്യജീവൻ എന്നൊക്കെ പറയുന്നത് എത്രമാത്രം മൂല്യവത്താണെന്ന് ഗ്രഹിച്ചാൽ, നാം എല്ലാം ക്രിസ്തുവിന് വേണ്ടി നമ്മെ തന്നെ അടിയറ വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. സുഖപ്രദമായ ജീവിതമല്ല കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്, സന്തോഷകരമായൊരു ജീവിതമല്ല കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത്. ആത്മാവിൻ്റെ നിറഞ്ഞ സന്തോഷം, ആത്മാവിന് നിറഞ്ഞ ശാന്തി, ആത്മാവിന് നിറഞ്ഞ സമാധാനം, അതാണ് ക്രിസ്തു നമുക്ക് തരുന്നത്. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരും പിൽക്കാലത്തെ സഹോദരന്മാരും കർത്താവിൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളും എല്ലാം ഈ യാഗമർപ്പിച്ചവരാണ്. രക്തസാക്ഷികളുടെ ആ രക്തമാണ് സഭയുടെ വളർച്ചയുടെ വളക്കൂറുള്ള മണ്ണ് എന്ന് നാം വായിച്ചു കേട്ടിട്ടെങ്കിലും കാണും. സ്നേഹിതരെ, ചിന്തിക്കൂ. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് നിൻ്റെ മകനെ യാഗമർപ്പിക്കുക എന്ന് പറഞ്ഞാണ്. നിൻ്റെ മകനെ, നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ നീ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോയി അവിടെ എനിക്ക് യാഗമർപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിക്കാൻ നാം തയ്യാറാകുമോ? ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നമ്മെ തന്നെ ത്യജിക്കാൻ നാം തയ്യാറാകുമോ? നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, നമ്മെ തന്നെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട്, തന്നെ തന്നെ ത്യജിച്ചുകൊണ്ട്, തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? എങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും. ഒരു കാര്യം മാത്രം വ്യക്തമായി പറയാം, അത് വളരെ കൃത്യമാണ്, യാതൊരു സംശയവുമില്ല. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ സുഖകരമായൊരു ജീവിതം കൊതിക്കേണ്ട. നിങ്ങൾ വളരെ സമൃദ്ധിയും ഐശ്വര്യവും സന്തോഷത്തിൻ്റെ തികവുമുള്ള ഭൗതിക ജീവിതത്തിൻ്റെ ആനന്ദ ഐശ്വര്യങ്ങളുള്ള ഒരു ജീവിതം നിങ്ങൾ കൊതിക്കേണ്ട. ക്രിസ്തു പ്രസാദിക്കത്തക്കവണ്ണം എൻ്റെ കർത്താവേ എന്നെ തന്നെ ത്യജിച്ചുകൊണ്ട് ഞാൻ നിൽക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വില അത് നിത്യതയിൽ പരിഗണിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. അന്ന് ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെ തിളങ്ങുവാൻ നമുക്ക് സാധിക്കും. അന്ന് സ്വർഗസേനകൾ നമുക്ക് അകമ്പടി നിൽക്കും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന് വേണ്ടി നമ്മെ തന്നെ ത്യജിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മോട് ചേർന്ന് നിന്ന് നമ്മെ പരിചരിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. ഈ ഇഹത്തിൽ ഇവിടെ വെച്ച് തന്നെ ആന്തരികമായൊരു ശാന്തി നമുക്ക് ലഭിക്കും, അകത്ത് ഒരു വലിയ സമാധാനം നമുക്ക് ലഭിക്കും. ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ തികവിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. കഷ്ടപ്പാടിൻ്റെ മധ്യത്തിൽ സ്തുതിക്കാൻ സാധിക്കുക, രോഗത്തിൻ്റെ പെരുപ്പത്തിൽ സ്തുതിക്കാൻ സാധിക്കുക, വേദനയുടെ ആധിക്യത്തിൽ സ്തുതിക്കാൻ സാധിക്കുക, എല്ലാവരും വെറുക്കുമ്പോൾ സ്തുതിക്കാൻ സാധിക്കുക, ആരും അനുകൂലമല്ലാതെ വരുമ്പോൾ സ്തുതിക്കാൻ സാധിക്കുക, എല്ലാവരും പകയ്ക്കുകയും വിദ്വേഷിക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിന് മഹത്വം കരയറ്റാൻ സാധിക്കുക. അതത്ര ചെറിയ കാര്യമല്ല, പക്ഷേ അത് നിത്യതയിൽ വിലപ്പെട്ടതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പറയട്ടെ, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ഭാവി തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറകളെല്ലാം വാഴ്ത്തപ്പെടും. ക്രിസ്തുവിൻ്റെ അത്ഭുതകരം നിങ്ങളുടെ തലമേൽ വരും, നിങ്ങളുടെ മക്കളുടെ മേൽ വരും, നിങ്ങളുടെ തലമുറ മേൽ വരും. ക്രിസ്തുവിന് വേണ്ടി ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഇത് മഹാഭാഗ്യമാണ്. ക്രിസ്തുവിന് വേണ്ടി നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ മഹാഭാഗ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു തന്നെ നമുക്ക് വേണ്ടി തന്നതാണ്.
അവൻ്റെ ദിവ്യ ജീവൻ നമുക്ക് വേണ്ടി ബലി അർപ്പിച്ചതാണ്. അവൻ നമുക്ക് വേണ്ടി തന്നെ യാഗമായി അർപ്പണം ചെയ്തവനാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി എല്ലാം തന്നു. തൻ്റെ 33 വയസ്സിൽ തൻ്റെ ആയുസ് നമുക്ക് വേണ്ടി വെച്ചു. തൻ്റെ 33 വയസ്സിൽ തൻ്റെ യൗവനത്തിൻ്റെ ചുടുചോര നമുക്ക് വേണ്ടി ചിന്തി. തൻ്റെ 33 വയസ്സിൽ അവിടുന്ന് നമുക്ക് വേണ്ടി തൻ്റെ ഈ ഭൂമിയിലെ ഭൗതിക ജീവിതം മുഴുവനായി കാണിക്കർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുന്നിൽ താഴാൻ, ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നിങ്ങളെ തന്നെ വിനയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? കർത്താവെ, ഇതുവരെയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴം ഞാൻ കണ്ടില്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ പോയില്ല. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അത് കഷ്ടതയുടെ ജീവിതമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അത് ക്രൂസിൻ്റെ പാതയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനിതെല്ലാം കേൾക്കുകയും പറയുകയും ചെയ്തെങ്കിലും ക്രൂസിൻ്റെ പാത എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ മടിച്ചു. കർത്താവേ, ഞാൻ പിൻവലിഞ്ഞു. ഞാൻ ചിലപ്പോഴെല്ലാം വാടിപ്പോയി, ചിലപ്പോഴെല്ലാം മ്ലാനവതനായിപ്പോയി. എതിർപ്പ് വന്നപ്പോൾ ഞാൻ മ്ലാനായി. കർത്താവേ, ചിലരെല്ലാം എന്നെ പരാതി പറയുകയും എന്നോട് പരിഭവിക്കുകയും എന്നെ വെറുക്കുകയും എന്നെ ചെറുക്കുകയും ചെയ്തപ്പോൾ യേശുവേ, എൻ്റെ ഹൃദയം ഭാരപ്പെട്ടു പോയി. എൻ്റെ നാഥ, എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഞാൻ സത്യക്രിസ്ത്യാനി ആയില്ല എന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഞാൻ പള്ളിയിൽ പോയി, ഞാൻ മാമോദീസ ഏറ്റു. എൻ്റെ കർത്താവേ, പള്ളി ആരാധനയിൽ പങ്കെടുത്തു. ഞാൻ ചില ചടങ്ങുകൾ ആചരിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ 2 നേരം നമസ്കാരം ചൊല്ലി. എങ്കിലും കർത്താവേ, ഞാൻ ഇതുവരെ ഒരു ക്രിസ്ത്യാനി ആയില്ല. ഞാൻ പേരിന് മാത്രം ക്രിസ്ത്യാനിയായി ജീവിച്ചു. യേശു പോയ വഴിയിൽ കൂടി ക്രൂശിൻ പേറി പോകുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു പോലുമില്ല. കർത്താവേ, എന്താണ് ക്രിസ്തുവിൻ്റെ വഴിയെന്ന് ഞാൻ ഗ്രഹിച്ചില്ല. കർത്താവേ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാൻ കഴിയുമോ? എങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു വിശ്വാസ ജീവിതം തുടങ്ങാം. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. നിൻ്റെ മകനെ, നിൻ്റെ ഏകജാതന ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവന് യാഗം അർപ്പിക്കാൻ ദൈവം പറഞ്ഞു. അബ്രഹാം തയ്യാറായി. ഇസ്ഹാക്കിന് നഷ്ടപ്പെടുകയല്ല ചെയ്തത്, തൻ്റെ മകനെ നഷ്ടപ്പെടുകയല്ല ചെയ്തത്. അവനെ അത്ഭുത കൃപയാൽ അവന് തിരികെ കിട്ടി. ദൈവം കരുതുന്നവനാണ്, ദൈവം കാക്കുന്നവനാണ്. ദൈവവൈതലേ, നീ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും വിട്ടുകളഞ്ഞാൽ അതൊന്നും നഷ്ടമല്ല. എല്ലാം 100 മടങ്ങായി, 10 മടങ്ങായി അല്ല, 100 മടങ്ങായി. അത് 1000 മടങ്ങായി അല്ല, 10,000 മടങ്ങായി. അത് ലക്ഷം മടങ്ങായി നിനക്ക് ദൈവം മടക്കിത്തരും. നിന്റെ തലമുറകൾക്ക് ദൈവം മടക്കിത്തരും. അവന് വേണ്ടി ത്യജിക്കുക, അവന് വേണ്ടി നീ ശൂന്യമാകുക, അവന് വേണ്ടി നീ ഒന്നുമില്ലാതാകുക, അവന് വേണ്ടി നീ വെറുക്കപ്പെടുക, അവൻ്റെ നാമത്തിൽ നീ നിന്ന വഹിക്കുക, അവൻ്റെ നാമത്തിൽ നീ ആക്ഷേപം വഹിക്കുക. അവനായി നിന്നെ തന്നെ പൂർണ്ണമായി അർപ്പണം ചെയ്യുക. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും തൃക്കരം വെച്ച് ആശീർവദിക്കണമേ. എൻ്റെ കരുണയുള്ള കർത്താവേ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഈ മക്കളെ അവിടെ നയിക്കണമേ. സമാധാനമുള്ള, സന്തോഷമുള്ള, നിത്യജീവൻ്റെ സമൃദ്ധിയുള്ള, അനുഗ്രഹകരമായൊരു നല്ല കാലത്തേക്ക് ഈ മക്കളെ എല്ലാവരെയും അവിടെ നിന്ന് ആനയിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ.